ശ്രീനിവാസിൻ്റെയൊക്കെ പ്രായം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം. പക്ഷെ എന്നിട്ടും ഇനിയും പ്രേമം പോലുള്ള വികാര പ്രകടനങ്ങളൊക്കെ. പ്രേമത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമുണ്ടോ? അതെപ്പോഴും കാണിക്കാതല്ലേ. ശ്രീനിവാസന് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, ആണോ ശ്രീനി? പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിത അവസാനം വരെ കൊണ്ടു നടക്കേണ്ടതും, ഞാൻ തന്നെ നമ്മുടെ കൈരളി ചാനലിൽ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, പ്രണയം അതിൻ്റെ എല്ലാ ദുരിതങ്ങളോടും കൂടി അനുഭവിച്ച് തീർക്കണം, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പാടില്ല. പ്രണയം എത്ര പ്രായം വരെയും കൊണ്ടു നടക്കണം. അത് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രചോദനം തരും. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പ്രണയമാണെന്ന് പറയും. അല്ല, ഈ സിനിമകൾ പോലും തന്നെ മറ്റേ ഒരു പ്രണയത്തിൻ്റെ എല്ലാ എന്താണ് അതിൻ്റെ ഒരു വളരെ സെറ്റിലിറ്റിയോട് കൂടിയുള്ള ഒരു പ്രണയമാണ്. അതിൻ്റെ ഒരു ഹ്യൂമറാണ് എടുക്കേണ്ടത്. അപ്പം ഇപ്പോൾ ഒരു കോളേജ് ഒരു ക്യാമ്പസിൻ്റെ അകത്തുള്ളൊരു പ്രണയമൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ എനിക്ക് 42 വയസ്സായി. 40 വയസ്സിന് ശേഷമാണ് ശരിക്കും നല്ല പ്രണയം ആരംഭിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എപ്പോഴാണ് പ്രണയിക്കാൻ പറ്റിയ സമയം? അതിപ്പം കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പ്രേമിച്ചുകൊണ്ട് നടക്കണമെന്നല്ല, പക്ഷെ അല്ലാതെയും സിനിമയിലും അല്ലാതെയൊക്കെ പ്രണയിക്കാൻ പറ്റിയാതെയും ചുളം വിളിക്കാതെയും. അതെ. ലാലേട്ടൻ്റെ ഈ സിനിമയിൽ തന്നെ അബ്ദു എന്ന കഥാപാത്രം മൊയ്തൂട്ടി ഹാജിയുടെ ഭാര്യയെ പ്രേമിക്കുകയാണ്. അതായത് ഒരു സമയത്ത് പ്രേമിക്കുകയും പിന്നീട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മറ്റൊരാളുടെ ഭാര്യയാവുകയും ചെയ്ത ഒരു പെൺകുട്ടി തിരിച്ച് അവളെ നേടിയെടുക്കാൻ വേണ്ടി ഒരു യുദ്ധം തന്നെ നടത്തുകയാണ്, പല പരിപാടികൾ നടത്തുകയാണ്. അപ്പോൾ വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് അബൌട്ട് ലവ്? ഇപ്പോൾ പ്രേമിച്ച പെണ്ണ് മറ്റൊരാളെ കല്യാണം കഴിച്ചാലും താങ്കൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും? അല്ല, അതിപ്പോൾ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോഴല്ലേ നമ്മൾ ഇതൊരു സിനിമയും പൊതുവെ ജനറലി നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്താണ് അതിനെക്കുറിച്ച്? അല്ല, അതിപ്പോൾ ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ആയിരിക്കും. ലാലേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഒരാളെ മാത്രം പ്രേമിക്കാൻ പാടില്ലെന്നാണ്. സത്യമാണ്. പ്രേമിച്ച പെൺകുട്ടി വേറൊരാളെ കല്യാണം കഴിച്ചു പോയാൽ വേറൊരാളെ പ്രേമിക്കാൻ ശ്രമിക്കുക. ഒരു പ്രേമം പരാജയപ്പെട്ട അങ്ങനെ ഒരു പരാജയം കൊണ്ടായിരിക്കുമല്ലോ അടുത്ത ഒരു ഇതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ നമ്മൾ പറയില്ല അടുത്ത സിനിമയിൽ ശരിയാക്കാമെന്ന് പറയാൻ. ഒരു കഥ മോശമായാൽ അടുത്ത കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രണയിച്ച ഒരു കുട്ടി വേറൊരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് നമ്മൾ തമാശയ്ക്ക് പറയും ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ അവളുടെ അനിയത്തി.